ബാധിക്കുന്ന സാഹചര്യവും തടയിടുന്നതിനായി ഈ കഴിഞ്ഞ 12-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ്, ആ ഉത്തരവ് കർഷകരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ഉത്തരവായി മാറുകയാണ്. യഥാർത്ഥത്തിൽ കർഷകർ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും, ട്രാക്ടർ, ട്രില്ലർ, അതുപോലെ പുല്ലുവെട്ട് യന്ത്രം, കൊയ്ത്ത് യന്ത്രങ്ങൾ, വുഡ് കട്ടർ, ജനറേറ്റർ തുടങ്ങിയതായിരിക്കുന്ന വിവിധ സാധന സാമഗ്രികൾ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം 2 കണ്ടീഷനാണ് ഗവൺമെൻറ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, PSO അംഗീകൃതമായിട്ടുള്ള കണ്ടെയ്നറുകളിലോ വാഹനത്തിൻ്റെ ടാങ്കുകളിലോ അല്ലാതെ ഇന്ധനം കൊടുക്കരുത് എന്നുള്ളതാണ്. PSO എന്ന് പറഞ്ഞാൽ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻസിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ളതായിരിക്കുന്ന കണ്ടെയ്നറുകളാണ്. അവിടെയും ടാങ്കുകളിലും മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കുന്ന സാധാരണക്കാരായ കർഷകരും ഇടത്തരം ചെറിയ കർഷകർ അവരുടെ കാർഷിക വൃത്തിയെ ഈ ഓർഡർ ഗൗരവതരമായി ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് റീറ്റെയിൽ ചില്ലറ വിൽപ്പന ഇന്ധന പമ്പുകളിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങാതെ മൊത്ത വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങണം എന്നുള്ളതായിരിക്കുന്ന നിർദ്ദേശം. യഥാർത്ഥത്തിൽ മൊത്ത വിതരണ കേന്ദ്രത്തിൽ പലയിടങ്ങളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റിനേക്കാൾ വില കൂടുതലുള്ളതായിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര കൃഷി മന്ത്രിക്കും അതുപോലെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രിക്കും കത്തയച്ചു. അടുത്ത ആഴ്ച ഡൽഹിയിൽ പോകുമ്പോൾ ഈ 2 മന്ത്രിമാരെയും പ്രത്യേകം കാണാനുള്ളതായിരിക്കും നടപടി സ്വീകരിക്കും. കേരളത്തിലെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉപകരണങ്ങൾ മുഴുവൻ ഈ തീരുമാനം വരുമ്പോൾ ഈ ഉപകരണങ്ങൾ മുഴുവനുമായി പമ്പിൽ പോവുകയോ പോയി കഴിഞ്ഞാൽ തന്നെ കിട്ടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. പോയാലും കിട്ടാത്ത സാഹചര്യമാണ്. ഫൈൻ അടയ്ക്കുന്നതായ സാഹചര്യത്തിലേക്ക് വരും. ഇത് ഗുരുതരമായിട്ടുള്ള സാഹചര്യം വരും. കാർഷിക മേഖലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മാർഗതടസ്സമായാണ് ഈ ഉത്തരവ് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്രമന്ത്രിമാരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഈ ഉത്തരവ് പുനഃപരിശോധിക്കണം എന്നുള്ളതും, 2, നിർബന്ധിതമായി അവർ നടപ്പിലാക്കുകയാണെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷിഭവനുകളും കർഷകർക്ക് ഐഡന്റിഫിക്കേഷൻ കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.